ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട് ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു അമ്പലമുണ്ട്, വളയനാട് ദേവീക്ഷേത്രം. വിളിപ്പുറത്ത് എന്ന് പറഞ്ഞ മാതിരി ഭയങ്കര ഫേമസ് ആയിട്ട് ഇത്രയും ആൾക്കാർ ഇവിടെ കൂടിയിട്ടുണ്ടെങ്കിൽ അത് എന്താണ് കാരണം എന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? കണ്ടോ, ഇത്ര ജനങ്ങളറിയോ? ഇവിടെ ഒരുപാട് ജനങ്ങൾ വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ഓരോ സാധനങ്ങളൊക്കെ ആരെങ്കിലും പോകണ്ടേ? എന്താ പറയുക, കൊടിയേറ്റം കേട്ടോ. ഇവിടെ കൊടി ഉയർത്തുന്ന ഒരു ഉത്സവം കേട്ടോ. 10 ദിവസത്തെ ഒരു ഉത്സവമാണ്. അതിനുള്ള വേണ്ടിയിട്ടുള്ള ചടങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ നോക്കിയാൽ ആളുകളൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ നെല്ലും പിന്നെ പുഴുങ്ങലരിയും പച്ചരി അങ്ങനെ പറഞ്ഞ പോലെ വെച്ചിട്ട് ഒരു പ്രത്യേക ചടങ്ങ് കേട്ടോ. അതിന് ശേഷം നമ്മൾ വാങ്ങിച്ച് കൊണ്ടുവന്നിരിക്കുന്ന ആ ഒരു കൊടി ഇവിടെ സമർപ്പണമാണ്. ഒരു ടൗണിലാണ് കേട്ടോ ഈ സ്ഥലം വരുന്നത്. ലുലു മാളിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത്. വലിയൊരു വിളക്കും കാര്യങ്ങളൊക്കെ, ഭയങ്കര നല്ലൊരു ഊറ്റുള്ള ഭഗവതി കേട്ടോ. ഫേമസ് ആണ് കോഴിക്കോട് ഈ ഒരു സംഭവം. എന്നിട്ട് വളയനാട് ദേവി ക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കോഴിക്കോടുകാർക്കൊക്കെ ഭയങ്കര ഇതാണ്. അപ്പോൾ ക്യൂ നിൽക്കുന്നതൊക്കെ ഈ കൊടി സമർപ്പിക്കാൻ വേണ്ടിയിട്ടാട്ടോ. ഈ കൊടി സമർപ്പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഫേമസ് ആണ്. അത് കൂടാണ്ട് അതിന് മുന്നായിട്ടൊരു ചടങ്ങുണ്ട്. നെല്ലും പിന്നെ അരിയൊക്കെ വെച്ചിട്ടുള്ള ഒരു ചടങ്ങുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് അടുത്ത ചടങ്ങ് വരിക. അപ്പോൾ സ്റ്റേജും പന്തലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഉള്ളിലോട്ട് നമ്മൾ കേട്ടില്ല. ഈ ഒരു ചടങ്ങെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ കൊടി സമർപ്പിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ഉള്ളിലോട്ട് കിടക്കാൻ പ്രവേശനമുള്ളൂ, അമ്പലത്തിനുള്ളിലേക്ക്. അപ്പോൾ ആ ചടങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് ഇതിൻ്റെ ചടങ്ങ്. പ്രത്യേക രീതിയിൽ നമ്മൾ പാലക്കാടൊന്നും ഈ ഭാഗത്തൊന്നും ഇല്ല കേട്ടോ. ഞാൻ പാലക്കാട്ടുകാരനാണ്. അപ്പോൾ പാലക്കാട് ഭാഗത്തൊന്നും ഇങ്ങനെ നമ്മൾ കണ്ടിട്ടില്ല. ഉണ്ടാവുമായിരിക്കും കേട്ടോ, ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇതൊരു പ്രത്യേക രീതിയിലുള്ള ചടങ്ങാണ്. നോക്കിയാൽ ആൾക്കാരൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കണം കേട്ടോ. ഫസ്റ്റ് ഇവിടുത്തെ കാരണവന്മാരുണ്ട്, അവർ വന്നിട്ട് സമർപ്പിച്ചതിന് ശേഷം മാത്രമാണ് അടുത്ത ഒരു ഈ ചടങ്ങും കാര്യങ്ങളൊക്കെ നടക്കുക. കണ്ടോ, മാലയൊക്കെ ഇട്ട് നല്ല അടിപൊളി അമ്പലമൊക്കെ അലങ്കരിച്ചിട്ടുണ്ട്. പ്രത്യേക രീതിയിലുള്ളൊരു ചടങ്ങും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇവിടുത്തെ വലിയൊരു കാരണവന്മാരൊക്കെ വന്നിട്ടുണ്ട്. ഇവരാണ് ആദ്യം ഇവിടെ സമർപ്പിച്ചു. അതിന് ശേഷമാണ് നെക്സ്റ്റ് സമർപ്പിക്കുന്നത്. അത് കണ്ടോ, കൊടി കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാവരും. ഇതിനൊരു മടക്കുണ്ട് കേട്ടോ. 1 മടക്ക്, 2 മടക്ക്, 3 മടക്ക് അങ്ങനെയൊക്കെ കേട്ടോ. അവിടെ നമ്മൾ താഴെ തന്നെ കടകളുണ്ട്, അവിടെ വാങ്ങിക്കാൻ കിട്ടും. അതല്ലെങ്കിൽ ടൗണിൽ വാങ്ങിക്കാൻ കിട്ടും. ഇത്ര ജനങ്ങളറിയാം വെയിറ്റ് ചെയ്ത്. ക്യൂ ഇവിടെ ഒന്നല്ല കേട്ടോ, ലാസ്റ്റിൽ ആ മറ്റം പോകണ്ട ഉണ്ടോ. അവിടെ പഞ്ചവാദ്യവും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഉണ്ടോ. അതപ്പോൾ ഈ ഒരു ചടങ്ങിന് ശേഷമായിരിക്കും നമുക്ക് വയ്ക്കാൻ പറ്റുള്ളൂ. നമ്മളും ഇതുപോലത്തെ ഒരു ചെറുതൊന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കിയാൽ നല്ല രസമാട്ടോ. ഇനി 10 ദിവസം ഇവിടെ ഉത്സവമാണ്. ഭക്ഷണമുണ്ട്, രാവിലെ ഭക്ഷണമുണ്ട്, ഉച്ചയ്ക്ക് ഭക്ഷണമുണ്ട്. അപ്പോൾ വളയനാട് ദേവി ക്ഷേത്രത്തിൽ ചുറ്റും വിളക്കൊക്കെ വെച്ച് ലൈറ്റ് അറേഞ്ച്മെൻറ്റൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. നോക്കിയാൽ എന്ത് രസം അറിയോ. ചെടികളുടെ കൊമ്പൊക്കെ വെട്ടി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അമ്പലങ്ങൾ. എനിക്ക് അമ്പലത്തിൻ്റെ ഒരു നല്ലൊരു ഇതാട്ടോ. തേക്കുമരമൊക്കെ കൊമ്പൊക്കെ വെട്ടി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നല്ലൊരു പന്തലൊക്കെ ഇട്ടിട്ട് നല്ല രസമാട്ടോ. നോക്കി ആളുകളൊക്കെ കൂടി നിൽക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. വളയനാട് ദേവി ക്ഷേത്രം എന്ന് പറഞ്ഞാൽ പ്രത്യേക രീതിയിലുള്ളൊരു ഇതാണ്. ഇവിടെ ഏറ്റവും പ്രധാനം എന്താ പറയുക, ചെറിയ കുരുതി, വലിയ കുരുതി അങ്ങനെയൊക്കെയാണ്. കുരുതി കേട്ടോ. ഈ ഭാഗത്തൊക്കെ കോഴിക്കോട് ഏകദേശം അമ്പലങ്ങളൊക്കെ കുരുതിയാണ്. ഗുളികനുണ്ടാവും, ഗുളികന് കൊടുക്കുക, പന്തം കൊടുക്കുക. അതുപോലെ തന്നെ കുരുതി ഫേമസാണ്. കുരുതി ഫേമസ് എന്ന് പറയാൻ കാരണം എന്താ പറയുക, നമുക്ക് ആരെങ്കിലും നമ്മളെയൊക്കെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, കണ്ണേർ അങ്ങനെ എന്തെങ്കിലും കാര്യസാധ്യങ്ങളെല്ലാത്തിനും കുരുതിയാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു ചടങ്ങ് ആരംഭിച്ചു കേട്ടോ. ഇതിപ്പോൾ ഇവർ ആരാണെന്ന് നമുക്കറിയില്ല. ഇവിടുത്തെ കാരണവന്മാരാണോ ഇവരാണോ ആദ്യം കൊടി സമർപ്പിക്കുന്നതാണെന്ന് തോന്നുന്നു. അപ്പോൾ കൊടി സമർപ്പിച്ചു, എല്ലാം സമർപ്പിച്ചു. അതിനുശേഷം ഈ നെല്ലും അരിയൊക്കെ ഇട്ട്, അത് നമ്മുടെ ഭാഗത്തും ഉണ്ട് കേട്ടോ. പാലക്കാട് ഭാഗത്തൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ട്. അത് വേറെ ടൈപ്പിലായിരിക്കും. നമ്മുടെ ഭാഗത്ത് കഞ്ഞാറ് കളി അങ്ങനെ, അതേപോലെ തന്നെ കുമ്മാട്ടി അങ്ങനെ ഒരുപാട് ചടങ്ങുകളൊക്കെ ഉള്ളൊരു ഇതാണ്. ഈ ഭാഗത്ത് വരുമ്പോൾ കൊടി ഉത്സവമാണ്. കൊടി കയറ്റി കഴിഞ്ഞാൽ ഇത്രാമത്തെ ദിവസം കൊടിയിറക്കും, അങ്ങനെ ആയിരിക്കും. അപ്പോൾ ഈ നമ്മൾ നമുക്കിപ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സമർപ്പിക്കാം. നെല്ലാണെച്ചാലും അരിയാണെച്ചാലും ഭക്ഷണ സാധനങ്ങളാണെച്ചാലും ഇവിടെ സമർപ്പിക്കാൻ. ചേന, വാഴയ്ക്ക എന്ത് നമുക്ക് കൊണ്ടുവന്ന് ഇവിടെ കൊടുക്കാൻ പറ്റും. ഇവിടെ സദ്യയുണ്ട്, സദ്യക്ക് ഇതൊക്കെ എടുക്കും. അതിനുശേഷം ഈ ഒരു ചടങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമുക്ക് കൊടുക്കാൻ പറ്റിയ കൊടി. ഈ കൊടികളൊക്കെ ഇവിടുത്തെ കാണുന്ന മരത്തിൽ കണ്ടോ, ഇതുപോലത്തെ ഇത് നമ്മൾ വാങ്ങിച്ചാട്ടോ. എൻ്റെ വൈഫിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചാണ്. അത് സമർപ്പിക്കാൻ തുടങ്ങി എല്ലാവരും. ഇവിടെ സമർപ്പിക്കുക, അവിടെ വയ്ക്കുക, പീഠത്തിൽ വയ്ക്കുക. അതിന് ശേഷം നമ്മുടെ കയ്യിൽ എന്താ ദക്ഷിണുള്ളത് അത് നമുക്ക് നേരെ അതിൻ്റെ അവിടെ ഒരു ഉണ്ടി വെച്ചിട്ടുണ്ട്, അവിടെ ഇടാൻ പറ്റും. കണ്ടോ, ഇഷ്ടംപോലെ ആൾക്കാരായിട്ട് ക്യൂ ആട്ടോ. ഒരു തിരക്കും, ആരും ഒന്നും തിരക്ക് പിടിക്കുക ഒന്നും ചെയ്യുന്നില്ല. എല്ലാവരും ഒരേ ലൈനിൽ വന്നിട്ട് നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ നടക്കുമെന്നാണ് ഇവർ പറയുന്നത്, ഇവിടുത്തെ കാര്യങ്ങൾ. അപ്പോൾ ഈ കൊടി മൊത്തം ഇവിടെ ചുറ്റും ഇവിടെ കെട്ടി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ 2 ദിവസം കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത് കാണുന്ന മരത്തിൽ മൊത്തം ഈ കൊടികളൊക്കെ കെട്ടും.
അപ്പോൾ അത് കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഒരുമിച്ച് ഇങ്ങനെ ആയിരക്കണക്കിന് കൊടികളിങ്ങനെ പാറിക്കിടക്കുമ്പോൾ കാണാൻ ഒരു രസമായിരിക്കും കേട്ടോ. ഈ ഭാഗത്തൊക്കെ അങ്ങനെയാണ്. കണ്ണൂർ ഇവിടുന്ന് ഈ ഭാഗം കണ്ണൂർ ഇനി തിരയാണ്, ഇവിടെയൊക്കെ തിര സ്റ്റാർട്ടാവാൻ പോവാണ്. അപ്പോൾ അങ്ങനെയാണ് പറയുന്നത്. തിര കാരണം നമ്മൾ ഇവിടെ ഈ തെയ്യം കെട്ടിയിട്ട് ഇങ്ങനെ ആടുന്നത്, അതൊക്കെ രസമുള്ളൊരു കാര്യം കേട്ടോ. ഇതൊക്കെ സമർപ്പിച്ച് തൊഴുതതിന് ശേഷം നമ്മൾ പുറത്തേക്ക് ഇറങ്ങുക കേട്ടോ. ഉള്ളിൽ വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. വലിയൊരു അമ്പലം കേട്ടോ, വലിയൊരു അമ്പലം പറഞ്ഞാൽ വലിയൊരു അമ്പലമാണ്. കണ്ടോ, വലിയൊരു അമ്പലം, നല്ല കാണാൻ നല്ല വൃത്തി കേട്ടോ. നല്ല കല്ലൊക്കെ പതിച്ച് നമുക്ക് നടക്കാൻ പറ്റും. അപ്പോൾ ചുറ്റും വലിയൊരു സംഗതി, നല്ലൊരു അമ്പലം, മതിൽക്കെട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉള്ളൊരു വലിയൊരു അമ്പലമാണ്. ഇതുകൊണ്ടൊരു പ്രതിഷ്ഠ, മുന്നിലിങ്ങനെ ഒരു വാളൊക്കെ പിടിച്ചിട്ടുള്ള ഒരു ദേവിനെയൊക്കെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഇരുട്ടായപ്പോൾ ലൈറ്റൊക്കെ അറേഞ്ച്മെൻറ്റൊക്കെ തുടങ്ങിയിട്ടു. ലൈറ്റ് അറേഞ്ച്മെൻറ്റ് ഇവിടെ ഉണ്ട്, പാട്ടും ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഉണ്ട്, 10 ദിവസമുണ്ട്. അപ്പോൾ ആരെങ്കിലും ഈ വഴിക്കൊക്കെ വരുന്നുണ്ടെങ്കിൽ, ഈ വീഡിയോ ഒക്കെ കണ്ട് ഈ വഴിക്ക് വരുന്നുണ്ടെങ്കിൽ ഒന്ന് കയറാൻ മറക്കണ്ട. വളയനാട് ദേവീ ക്ഷേത്രത്തിൽ നിന്ന് മാപ്പ് അടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരാൻ പറ്റും. ടൗണിൽ തന്നെയാണ് ഈ അമ്പലം ലൊക്കേഷനൊക്കെ. അപ്പോൾ ആർക്കും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. കണ്ടോ, മുന്നിലൊക്കെ നല്ല ലൈറ്റ് അറേഞ്ച്മെൻറ്റും പൂക്കളൊക്കെ വെച്ചിട്ട് ശ്രീ വളയനാട് ദേവി ക്ഷേത്രത്തിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. നമുക്ക് താഴെ വന്നു കഴിഞ്ഞാൽ എല്ലാം ഹോട്ടലും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇത് സ്റ്റെപ്പ് ഇറങ്ങി താഴെ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഭക്ഷണം കഴിക്കാനും പൂജാ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഉള്ളിൽ കൊടുക്കാനും എല്ലാ ഐറ്റംസും നമുക്കിവിടെ സൈഡിൽ തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ആരും മറക്കരുത്, വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്ന് തൊഴുതിട്ട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ കാര്യങ്ങളെല്ലാം നടക്കും. അപ്പോൾ അത്രയും ഊറ്റുള്ള ഭഗവതിയാണ് വളയനാട് ദേവി ക്ഷേത്രം. അപ്പോൾ ആരും മറക്കരുത് ഫ്രണ്ട്സ്. അപ്പോൾ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും ഞങ്ങൾ. അപ്പോൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് കടകളുണ്ട്, വള, മാല, കുപ്പിവള, അങ്ങനെ ഒരുപാട് ബജ്ജി, ഈ എണ്ണക്കടികളും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റില്ല. അത് നേരെ കാണുന്ന ഹോട്ടലിൽ നല്ല മസാല ദോശയും കാര്യങ്ങളൊക്കെ കിട്ടും. ഭക്ഷണത്തിനൊന്നും പ്രശ്നമില്ല. അതുപോലെ തന്നെ അമ്പലത്തിൻ്റെ അന്നദാനം ഉണ്ട്. ഉച്ചയ്ക്ക് വന്നാലും ഉണ്ട്, രാവിലെ ഉണ്ട്. വൈകുന്നേരത്തിൻ്റെ കാര്യം എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ നോക്കിയ സ്റ്റെപ്പ് കയറി പോകുന്ന ഒരു ഇതാട്ടോ ഞാൻ കാണിക്കുന്നത്. ഇതിന് ബാക്ക് സൈഡിലാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത് കേട്ടോ. അമ്പലത്തിൻ്റെ ഈ പൂജ കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഫ്രണ്ട് അല്ല, ഇത് ബാക്ക്. ശരിക്കും ഫ്രണ്ടേജ് അപ്പുറത്താണ്. റോഡിലേക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലൊരു വ്യൂ ആട്ടോ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാർ പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ആ സൈഡിലൊക്കെ ഉണ്ട്. സ്കൂട്ടർ കൊണ്ടുവരാൻ അതും പാർക്ക് ചെയ്യാൻ പറ്റും. വഴിപാട് കൗണ്ടർ ലെഫ്റ്റ് സൈഡിലാണ്, മറക്കരുത് ആരും. വഴിപാട് കൗണ്ടർ നമ്മുടെ കൊടുക്കാനും കുരുതിക്ക് കൊടുക്കാനും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിലൊരു കൗണ്ടർ ഉണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ ഷീട്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇത് കൊടുക്കാൻ പറ്റും കണ്ടോ. അപ്പോൾ എന്തായാലും വന്നു കഴിഞ്ഞാൽ ആരും ഒന്നും മറക്കരുത്. ഇത് കമണ്ടിലൂടെ ഒരു ചെടിയാണ് ഇത് കണ്ടോ. ഒരു ഉണ്ടക്കായി ഇങ്ങനെ പൂത്ത് നിൽക്കുന്നുണ്ട്. കാണാൻ നല്ല രസമാട്ടോ. ശരിക്കും പറഞ്ഞാൽ ബ്രസീലിയൻ സീഡ് എന്നാണ് ഇത് പറയുന്നത്. ബ്രസീലിയൻ നട്ടാണ് ശരിക്കും പറഞ്ഞത്. ഒന്ന് അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു ചെടീനെ പറ്റിയിട്ട്. ഭയങ്കര വില കേട്ടോ അതിൻ്റെ ഉള്ളിൽ സീഡിന്. പിന്നെ പുറത്ത് ഒരുപാട് ഫ്ലവേഴ്സും പിന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് ആൾക്കാർ വെച്ചിട്ടുണ്ട് കച്ചവടത്തിന് വേണ്ടിയിട്ട്. ഇത് കണ്ടോ, ഇവിടെ മുളക് ബജിൻ്റെ ഒരു ഷോപ്പ് ഇട്ടിട്ടുണ്ട്. വെറും മുളക് ബജി മാത്രമേ ഉള്ളൂ ഇവിടെ. ഒരുപാട് ആൾക്കാർ വന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം വന്ന് ഭഗവതിയൊക്കെ ഒന്ന് തൊഴുത് എൻജോയ് ചെയ്യുക. താങ്ക് യു ഫ്രണ്ട്സ്.